നമസ്കാരം. 2013 യുപിയിലെ റാലിക്ക് എത്തിയപ്പോൾ നരേന്ദ്രമോദി ഇരുന്നത് ഒരു വാടക കസേരയിലായിരുന്നു. 2014 തെരഞ്ഞെടുപ്പ് റാലിക്ക് എത്തിയപ്പോഴും ഇതേ കസേരയിലിരുന്നപ്പോൾ അദ്ദേഹം രാജ്യത്തെ പ്രധാനമന്ത്രിയായി. ഇതോടെ മോദിക്കും പാർട്ടിക്കും ഭാഗ്യം കൊണ്ടുവരുന്ന കസേര വില കൊടുത്ത് സ്വന്തമാക്കി പാർട്ടി ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണ് BJP നേതാക്കൾ. നാളെ വീണ്ടും യുപിയിലെത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇരിക്കാൻ ഭാഗ്യ കസേര പോളിഷ് ചെയ്ത് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് പ്രവർത്തകർ. മോദിയുടെ വിജയം ഉറപ്പാക്കാൻ വ്യത്യസ്തമായൊരു തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP ഘടകം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2017 നടന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ വിജയം ഉറപ്പാക്കാൻ സഹായിച്ചുവെന്ന് നേതാക്കൾ വിശ്വസിക്കുന്ന ഭാഗ്യ കസേര മോദിയുടെ അടുത്ത UP സന്ദർശന വേളയിൽ വീണ്ടും രംഗത്തിറക്കാൻ ഒരുങ്ങുകയാണ് നേതാക്കൾ. 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പ്രധാനമന്ത്രി മോദി ഈ കസേരയിൽ ഇരുന്നുവെന്ന് കാൺപൂർ BJP അധ്യക്ഷൻ സുരേന്ദ്ര മൈതാനി PTI വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയുടെ UP സന്ദർശനത്തിനിടെ ഈ കസേര ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ പറയുന്നു. 2013 ഒക്ടോബർ 13 വിജയ് ശംഖനാഥ് റാലിക്ക് എത്തിയപ്പോഴാണ് നരേന്ദ്രമോദി ഈ കസേര ആദ്യം ഉപയോഗിച്ചതെന്ന് നേതാക്കൾ പറയുന്നത്. പിന്നീട് 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിലും യുപിയിലെത്തിയ പ്രധാനമന്ത്രി ഈ കസേരയിലിരുന്നു. BJPക്ക് വിജയം ഉറപ്പാക്കാനാണ് വീണ്ടും ഇത്തരത്തിലൊരു നീക്കവും BJP നേതാക്കൾ മുന്നോട്ട് വരുന്നത്. പ്രധാനമന്ത്രിയുടെ വെള്ളിയാഴ്ചത്തെ സന്ദർശനത്തിന് മുന്നോടിയായി കസേര പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. 2013 മുതൽ BJP ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള കസേരയിൽ പ്രധാനമന്ത്രി മോദിയെ 4ാം തവണയും ഇരുത്താനാണ് പ്രാദേശിക നേതാക്കളുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്നത് ഉൾപ്പെടെ തീരുമാനിക്കുന്നതിന് BJP പാർലമെന്ററി യോഗം ഇന്ന് വൈകിട്ട് തലസ്ഥാനത്ത് ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ മത്സരിക്കേണ്ടതുണ്ടോ എന്ന ആലോചനയും യോഗത്തിൽ ഉയർന്നേക്കും. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പൊതു മാനദണ്ഡവും ആലോചിച്ചേക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് കമ്മീഷൻ തയ്യാറെടുക്കുന്നതിന് തൊട്ടു മുൻപാണ് BJP പാർലമെന്ററി ബോർഡ് യോഗം. മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരത്തെയാക്കുമെന്ന ചർച്ചകൾക്കിടെയാണ് യോഗം. ഹരിയാനയിൽ സംസ്ഥാന മന്ത്രിസഭാ യോഗവും ഇന്ന് വിളിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 80 ലോക്സഭാ സീറ്റുള്ള യുപിയിൽ ജയിക്കാൻ സാധിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ കഴിയും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ലഭിച്ചത് BJPക്കായിരുന്നു. 71 മണ്ഡലങ്ങളിൽ BJP ജയിച്ചു. സഖ്യകക്ഷിയായിരുന്ന അപ്നാദൾ 2 സീറ്റിൽ ജയിച്ചു. കോൺഗ്രസിന് 2 സീറ്റും കിട്ടി. അതുകൊണ്ട് തന്നെ BJPക്ക് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുന്നതിന് യാതൊരു തടസ്സവും നേരിട്ടില്ല. ഒരു കാലത്ത് യുപിയിൽ ജയിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. അന്ന് രാജ്യം ഭരിച്ചിരുന്നതും കോൺഗ്രസ് തന്നെയാണ്. യുപിയിൽ കോൺഗ്രസിന് അടിതെറ്റിയപ്പോഴാണ് രാജ്യം ഭരിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് അകറ്റി നിർത്തപ്പെട്ടത്. എന്നാൽ യുപിയിൽ BJP ശക്തി തെളിയിക്കുന്ന കാഴ്ചയാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പിന്നീട് കണ്ടത്. എന്നാൽ യുപിയിൽ നിലനിൽക്കുന്ന BJP വിരുദ്ധ വികാരവും SP-BSP സഖ്യത്തിന് നേട്ടം കൊണ്ടുവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പരസ്പരം പോരടിച്ചിരുന്ന SPയും BSPയും ഒരുമിക്കുന്നത് BJPക്ക് തലവേദനയാണ്. 2 പാർട്ടികളുടെയും ഉത്തർപ്രദേശിലെ സ്വാധീനം നോക്കിയാൽ BJPക്കെതിരെ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ഇവർക്കാകും. 2014 41 സീറ്റുകളിൽ BJPയേക്കാൾ കൂടുതൽ വോട്ടുകൾ ഈ 2 പാർട്ടികളും ചേർന്ന് നേടിയിരുന്നു. 2017 കണക്കെടുത്താൽ 57 സീറ്റിൽ കൂടുതൽ വോട്ട് ഇരുവരും ചേർന്ന് നേടി. 40% യാദവ, മുസ്ലിം, ദളിത് വോട്ട് ബാങ്കുകളെ ഒന്നിച്ചു കൊണ്ടുവരാൻ സഖ്യത്തിന് കഴിയുമെന്നാണ് മായാവതിയുടെയും അഖിലേഷിന്റെയും പ്രതീക്ഷ. കോൺഗ്രസ് കൂടി ചേർന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നാൽ വേണ്ട ചലനമുണ്ടാക്കാൻ ഈ കൂട്ടുകെട്ടിനായിരുന്നില്ല. അതേസമയം BSP ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ SP-BSP അപ്രഖ്യാപിത സഖ്യം വിജയം നേടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.